ഹലോ ഗൈസ്, പെരേൻ്റെ ഉള്ളിൽ പണികൾ മുഴുവനും കഴിഞ്ഞ് വെറുതെ കുത്തിരിക്കുന്ന സമയത്ത് ബോറടിച്ച് പണ്ടാറടങ്ങിയപ്പോൾ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയണ പോലെ കാക്കുദാ വന്ന് വിളിക്കണു, വേഗം റെഡി ആയിക്കോ, നമുക്ക് പുറത്ത് പോകാമെന്നും പറഞ്ഞിട്ട്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ പോണ സ്ഥലം വരിക്കാശ്ശേരി മനയാണെന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ കാണുന്നത്. ആദ്യത്തെ വട്ടം ഞാൻ എൻ്റെ ഫാമിലീൻ്റെ കൂടെ പോയി കണ്ടു, ഞാനും വാപ്പി ഇമ്മി നിച്ചു ഞങ്ങൾ അഞ്ചാളും കൂടെ. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോഴേക്കും എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കാക്കും കൂടെ പോയിട്ട് നിക്കാഹ് കഴിഞ്ഞ സമയത്ത് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ പോകാൻ പോണത്. കാക്കു രണ്ടാമത്തെ പ്രാവശ്യവും ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഒരുപാട് സിനിമകളിൽ കണ്ട് പഴകിയിട്ടുള്ള ഈ മന ഓരോ ഭാഗം കാണുമ്പോഴും വലിയ അതിശയമൊന്നും തോന്നണില്ല കേട്ടോ. പിന്നെ ഈ കിണറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തി വലിഞ്ഞ് നോക്കുന്ന ഇയാളാണ് അദ്ദേഹം. ആര്? എൻ്റെ ഭർത്താവ്, എൻ്റെ സ്വന്തം കാക്കു. സംഭവം കുറച്ച് നേരം ഇരുട്ടി കഴിയുമ്പോൾ നമുക്കൊരു ഹൊറർ ഫീലൊക്കെ തോന്നുമെങ്കിലും സത്യം പറഞ്ഞാൽ അവിടെ പ്രേതമൊന്നും ഇല്ല കേട്ടോ. മനം മുഴുവനും ചുറ്റി നടന്ന് കാണുന്ന സമയത്ത് ഏതൊക്കെയാണെന്നറിയില്ല, മനയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ എൻ്റെ മനസ്സിൽ കൂടെയും തലയിൽ കൂടെ അതങ്ങനെ മിന്നി മറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സമയം മാത്രം നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് പെട്ടെന്ന് ക്ലോസ് ചെയ്യും. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നടന്ന് കാണാമായിരുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി അവിടെ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ എനിക്ക് ഫുള്ള് അരൺമനെ മൂവിയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറി ഇറങ്ങലും അതിൻ്റെ ഇടയിൽ ഞാൻ അത്യാവശ്യം നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞാനും കാക്കും മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ, വേറൊരു മനുഷ്യക്കുട്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു കിണറുണ്ട്, ഒരു പൊട്ട കിണറാണെന്ന് തോന്നുന്നു. പിന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് വർഷം മുമ്പുള്ളതല്ലേ, വീഴുവോ ആടുവോ. പിന്നെ തുറക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു വാതിൽ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് തുറക്കാനൊന്നും പോയില്ല. പിന്നെ ചെറിയൊരു അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ നല്ലൊരു അടിപൊളി കുളമുണ്ട്. എനിക്ക് പ്രേതം മൂവിയാണ് കേട്ടോ ഈ കുളം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വന്നത്. ഈ കുളത്തിൽ വെച്ച് നടന്നിട്ടുള്ള കുറേ സീനുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മൈൻഡിൽ കൂടെ ഓടിയിട്ടോ. നല്ലൊരു ആമക്കുട്ടനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ കുറച്ച് നേരം നിന്നു. പിന്നെ കാണാത്ത പൂവൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പൂവിൻ്റെ പേരൊന്നും അറിയില്ല, അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് കേട്ടോ മന കാണാൻ വേണ്ടിയിട്ടുള്ള ടൈം അലോഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ മെല്ലെ മനേനോട് സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.